മേഘ, ഒരു കൊടിയുടെ കാറ്റ് തട്ടിയപ്പോൾ കഴുത്തുളിക്ക് ഒരു മന്ത്രിയെ പറ്റി നമുക്കറിയാം. അതെ. അപ്പോ അത് സമരത്തിന്റെ ഭാഗമായിരുന്നു. കരിങ്കൊടി എന്ന് പറയുന്ന മാരകായുധം കൊണ്ടായിരുന്നു അന്ന് ആക്രമിച്ചത്. പക്ഷെ ഇന്ന് കരിങ്കൊടിക്ക് അപ്പുറത്തേക്ക് പുതിയ പുതിയ ഐറ്റങ്ങൾ വരുന്നു എന്ന് പറയുന്ന വാർത്തകളുണ്ട്. മാരകായുധങ്ങൾ. കഴിഞ്ഞ ദിവസം ഒരു സഖാക്കൾ വളരെയധികം സാമൂഹ്യ മാധ്യമങ്ങൾ വന്നിട്ട് കാണിച്ചതാണ്. തുണിയെ കൂരിയിട്ട് കണ്ടോ, ബ്ലേഡ് കൊണ്ട് പോറിയിരിക്കുന്ന മഴയാണ്. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? പോലീസുകാർ എന്തിന് ബ്ലേഡ് കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ കൊണ്ടുവന്നത് അവസാനം അവരുടെ നെഞ്ചത്ത് തന്നെ ആകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഈ ബ്ലേഡിന്റെ നിർമ്മാതാക്കൾ ആരൊക്കെയായിരുന്നു? അത് SFI ആവാൻ സാധ്യതയില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്ന ആൾക്കാരല്ല. നേരെ പോ അങ്ങനത്തെ ആൾക്കാരാണ്. അതുകൊണ്ട് ഈ ബ്ലേഡ് ഒക്കെ ആണോ SFI കൊണ്ട് നടക്കേണ്ടത് എന്ന് ആലോചിച്ച് നോക്കൂ. മിനിമം ഒരു ബൈക്കിന്റെ ചങ്ങലയോ അല്ലെങ്കിൽ വടിവാളോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് നടക്കേണ്ടവരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പോലീസ് പറയുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇവര് മറ്റേ ബാരിക്കേഡ് ഉണ്ടല്ലോ, ബാരിക്കേഡ് സമരത്തിന് മുമ്പിട്ട് ബാരിക്കേഡ് നിർത്തിയിട്ട് അതിന്റെ പുറകിലാണ് പോലീസ് ഇരിക്കുന്നത്. ഈ ബാരിക്കേഡ് കെട്ടിയിരിക്കുന്നത് ഒരു കയറ് കൊണ്ടാണ്. കയറ് കെട്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ കയറ് മുറിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്ലേഡും കൊണ്ട് വരുന്നത്. അപ്പോൾ കട്ടിയുള്ള കയറാണ്. മുറിച്ചിട്ടും മുറിയുന്നില്ല. അതുകൊണ്ടാണ് ഒരു സെറ്റ് ബ്ലേഡുമായിട്ട് വന്നത്. ഓരോരുത്തർക്കും കൊടുത്തേക്കുവാണ് ബ്ലേഡ് മുറിക്കാൻ വിട്ട്. എല്ലാവരും അപ്പുറത്തിരുന്ന് ഒരേ കയറ് തന്നെ ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കും. ആരുടെ ആണ് ആദ്യമേ പൊട്ടുന്നത് പറയാൻ പറ്റത്തില്ലോ. അങ്ങനെ എനിക്കൊന്ന് ഇവര് ബ്ലേഡിനേക്കാൾ നല്ലത് ഒരു വടിവാള് വല്ലതും കരുതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒറ്റ വെട്ടിനങ്ങ് തീരുന്ന കാര്യം. ഈ 12 ബ്ലേഡ് എടുത്ത സമയത്ത് ഒരു കത്തിയുടെ ആവശ്യം ഉണ്ടായിരുന്നല്ലോ പെട്ടെന്ന്. അതെ, പിന്നീട് അവർക്ക് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടതാണ്. അതായത് തെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞു, UDF വിജയിക്കുന്നു, ആഘോഷ പ്രകടനമായിട്ട് വരുമ്പോൾ തന്നെ ആദ്യമേ പാർട്ടി ഓഫീസിൽ കയറി അടിക്കുന്ന പോലീസിനെ നമ്മൾ കണ്ടതാണ്. പോലീസുകാർ മാറി SFIക്കാർക്ക് മനസ്സിലായി. കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ പാർട്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല, പോലീസിനെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും സംരക്ഷിക്കാൻ ആളുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ കണ്ടതാണ് രക്ഷാപ്രവർത്തനമൊക്കെ തലതല്ലി പൊളിക്കുന്നു. ഓക്കെ, രക്ഷാപ്രവർത്തനം സിമ്പിൾ അങ്ങനെ പൊക്കോണ്ടിരുന്ന കാലഘട്ടമായിരുന്നു. പക്ഷെ ഇപ്പൊ മനസ്സിലായി കാര്യങ്ങളൊന്നും നടക്കത്തില്ല. നല്ല അടി കിട്ടിയാലുള്ള വേദന മനസ്സിലായി. ഒരു കാര്യം മനസ്സിലാക്കണം രാഹുലെ, ഈ രമേശ് ചെന്നിത്തലയുടെ പോലീസ് എന്താണ് ഈ കാണിക്കുന്നത്? ഈ പ്രതിപക്ഷ പാർട്ടിയുടെ സംഘടന, അവർ സ്വതന്ത്ര സംഘടനയൊക്കെയാണ്, പക്ഷെ ഈ സംഘടനയിലെ വ്യക്തികളെയൊക്കെ ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുക, ഡ്രസ്സ് പോലും കീറാതെ മുറിവ് വരുത്തുക, ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളല്ലേ? പോലീസ് മാജിക് പഠിക്കുന്നുണ്ട്. പിന്നെ മജീഷ്യന്മാരായിട്ടുള്ള പോലീസുകാരാണ് രമേശ് ചെന്നിത്തലയുടെ കാലഘട്ടത്തിൽ നമുക്ക് കാണാം. അതും 1.5 മാസം കൊണ്ട് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്ത്. അതെ, പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ പോലീസേ അല്ല ഇത്. അല്ല, വളരെ മാസ്മരികമായിട്ട് അടി കൊടുക്കാതെ പാടുവരുത്താൻ കഴിവുള്ള ഒരു കാര്യം നമ്മൾ സംശയിക്കണം. ഇനി ഈ പറഞ്ഞ മെയ് വരെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഏപ്രിൽ വരെ ഉണ്ടായിരുന്ന പോലീസുകാരെ മുഴുവൻ പറഞ്ഞു വിട്ട് കോൺഗ്രസുകാരായ പോലീസുകാരെ എടുത്തോ? എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അങ്ങനെ ആയിരുന്നെങ്കിൽ 2 അടി കിട്ടിയേനെ. ഇതിപ്പോ എത്ര സമരം ചെയ്തിട്ടും അടിക്കാൻ പോലീസ് അങ്ങോട്ട് തയ്യാറാവുന്നില്ല. പതിയെ 2 കൊട്ടുകൊട്ട് വിടുന്നതേ ഉള്ളൂ. പിന്നെ വീണ്ടും അടിയടാ എന്ന് പറഞ്ഞ് ചെന്നിട്ടും പോലീസുകാര് വേണ്ടത്ര അങ്ങോട്ട് പെരുമാറുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്ന വാർത്ത. എനിക്കൊന്ന് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം പറഞ്ഞു, ബ്ലേഡ് ആരാണ് കൊണ്ടുവന്നത് നമുക്ക് കാണാം, നോക്കാം, പണി വരുന്നുണ്ട് അവറാച്ച എന്ന് പറയുന്ന പോലെ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പുറകെ തന്നെ പോലീസ് പറഞ്ഞു, കൊണ്ടുവന്നിട്ടുള്ള ആളെ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, അതെ. ഒന്ന് ആലോചിച്ചു, പോലീസിന്റെ കയ്യിൽ വലിയ ലാത്തി ഇരുന്നിട്ട് ആ ബ്ലേഡ് കൊണ്ടിങ്ങനെ ഈ പരിപാടി ചെയ്യാതെ വിചാരിക്കുന്നത്. എനിക്ക് പാവം, ചെയ്യാൻ പാടില്ല. ഇതിനകത്തെ കഴിഞ്ഞ കാലത്തെ സമരങ്ങളെ പറ്റിയൊക്കെ ഒരുപാട് ആക്ഷേപങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മഷിക്കുപ്പിയുമായിട്ട് വരുന്ന കോൺഗ്രസ് KSUക്കാരൊക്കെ ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ച അങ്ങനെയായിരുന്നു. ഇതാരാണ് ഇതിനകത്ത് മഷിക്കുപ്പി കൊണ്ടുവരുന്നത്? മഷിക്കുപ്പിയായിട്ട് ഞങ്ങൾക്ക് സമരത്തിന് പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് SFIക്കാരെ നമ്മൾ കണ്ടതാണ്. മറ്റൊരു സാധനം കണ്ടായിരുന്നു, നമ്മുടെ ഷാഫി പറമ്പിലിന് മർദ്ദനമേറ്റപ്പോൾ മീശ പിടിക്കാതെ എങ്ങനെ മൂക്കിൽ സർജറി ചെയ്തു എന്ന് ചോദിച്ചവരൊക്കെ. അത് രസമായിരുന്നു. പേരാമ്പ്രയില് അതും SFI KSU സംഘർഷമാണ്. ക്യാമ്പസിൽ തുടങ്ങിയ സംഘർഷം നാട്ടിലേക്ക് ഇറങ്ങുന്നു. നാട്ടിൽ സംഘർഷം നടക്കുമ്പോൾ അത് ഒത്തുതീർപ്പാക്കാനായിട്ട് ഷാഫി പറമ്പിൽ MP വരികയാണ്. MP വന്നു, സംഘർഷമൊക്കെ ഒത്തുതീർക്കാൻ വരുന്നു. പോലീസുകാരൻ വന്നിട്ട് MP യുടെ മൂക്കിന് ഒറ്റടി, മൂക്കിൽ നിന്ന് ചോര ഒലിപ്പിച്ച് MP ഇങ്ങനെ ഇരിക്കുക. ചോദിക്കാൻ പറ്റുമോ? അന്നാണ് പോലീസുകാർക്കെതിരെ വലിയ രീതിയിൽ ആക്ഷേപങ്ങൾ ഉണ്ടായത്. ഈ പോലീസുകാരനെ പറഞ്ഞു വിട്ടതാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആക്ഷേപം വന്നു. എന്താണ്? CPM-ന് വേണ്ടിയിട്ട് കുറച്ച് പണിയെടുക്കുന്നു, കഷ്ടപ്പെടുന്ന പോലീസുകാരെ സംരക്ഷിക്കണ്ടേ? അങ്ങനെയായിരുന്നു പിണറായി വിജയൻ. അങ്ങനെ പണ്ട് കഷ്ടപ്പെട്ട പഴയ പോലീസുകാർ ഇപ്പൊ സുഖിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ. സുഖചികിത്സയാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അധികാരം കിട്ടി, ഒരാഴ്ചക്കുള്ളിൽ ഇവരെ എല്ലാം സുഖവാസ കേന്ദ്രങ്ങളിലേക്ക് അയച്ചു. എല്ലാവരും പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് സൂചിച്ചോളാൻ പറഞ്ഞു. സ്റ്റേഷൻ ഡ്യൂട്ടി, എല്ലാവർക്കും സ്റ്റേഷൻ ഡ്യൂട്ടി, സുഖിക്കുക.
യൂണിഫോം ഇല്ലാതെ നടന്നിരുന്ന ആൾക്കാർക്ക് യൂണിഫോം വരെ പോലീസ് തയ്പ്പിച്ചു കൊടുത്തു എന്നുള്ള വാർത്തയാണ് കേൾക്കാൻ കഴിയുന്നത്. ഒന്ന് ആലോചിച്ചോക്ക്, പണ്ടൊന്നും യൂണിഫോമേ വേണ്ടായിരുന്നു. ഇതിപ്പോ പോലീസുകാരെ യൂണിഫോം തയ്പ്പിച്ച് സാർ ഇട്ടോളൂ, സ്റ്റേഷനിൽ ഇരുന്നോളൂ, സുഖമായിട്ട് സ്റ്റേഷനിൽ. പിന്നെ ഇതിനോട് ചേർത്ത് നമ്മൾ മറന്നു പോകാത്തൊരു വ്യക്തിയുടെ പേരുണ്ട്, അത് പിണറായി വിജയൻ സാർ എന്നാണ്. അദ്ദേഹത്തിന്റെ മുൻപിലിട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വെറുതെ തലോടിയപ്പോൾ ഒന്ന് ആലോചിച്ചു, കവരങ്ങാനും ആ വണ്ടിയുടെ ഫ്രണ്ടിൽ വീണായിരുന്നെങ്കിൽ അതെ എന്തെല്ലാം അത് കണ്ടപ്പോ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു അദ്ദേഹത്തിന്. ഇച്ചിരി ചെളിവെള്ളം വീണപ്പോ അത് ഇച്ചിരി ബുദ്ധിമുട്ടായി. പനിനീര് കലർത്തിയ ചെളിവെള്ളമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ അടിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് പാലും കുറച്ച് റോസ് പെറ്റൽസും കുറച്ച് പനിനീരും ഒക്കെ മിക്സ് ചെയ്ത മിശ്രിതം. അല്ല, അന്നത്തെ പോലീസിനെ പറ്റി മേക്ക് അറിയാത്തത് കൊണ്ടാണ്. പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തെ സമരത്തെ പറ്റി മേക്ക് വല്ലതും അറിയാമോ? ഇല്ല. പഠിക്കണം. അതായത് രാവിലെ പോലീസ് ചെന്നിട്ട് ആദ്യമേ പ്യൂരിഫൈ, അതായത് നമ്മളെ മിനറൽ വാട്ടർ ശേഖരിക്കുന്ന കമ്പനിയിലേക്ക് നേരെ ചെല്ലും. അവിടെ നിന്നും അതിലേക്ക് വെള്ളം നിറയ്ക്കുന്നു. അതിലേക്ക് വെള്ളം നിറയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവർ അടുത്തത് പോകുന്നത് ഈ റോസ് വാട്ടർ, അതേ കൂട്ടുള്ള പനിനീര്, നല്ല മണമുള്ള സെന്റുകൾ കിട്ടുന്ന കടയിലേക്ക് പോകുന്നു. അത് വാങ്ങിച്ചൊഴിക്കുന്നു. ശേഷം വന്നതിന് ശേഷം എല്ലാവർക്കും ഇങ്ങനെ തളിച്ചു കൊടുക്കും. എന്നാ നമ്മൾ ഗംഗയിലൊക്കെ പോയി വെള്ളത്തിൽ സ്നാനം ചെയ്തില്ലേ, അതേപോലെ എല്ലാവർക്കും ഐശ്വര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. കാരണം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടമാണല്ലോ, എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയും ഇതും ഉണ്ടാകാൻ വേണ്ടിയിട്ട് പനിനീര് തളിക്കുകയായിരുന്നു. ആ പനിനീര് കുളിച്ച് എത്രയോ ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്കൊന്ന് രാഹുൽ മാങ്കൂട്ടം വരെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഞാൻ പനിനീരിൽ കുളിക്കുന്ന രാഹുൽ മാങ്കൂട്ടം. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം. അപ്പോ അങ്ങനെ പനിനീരിൽ കുളിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇന്നെന്താണ്? ഇന്ന് ചെളിവെള്ളം തെറിപ്പിക്കുന്നു. അതത് അടിച്ച് റോഡിൽ കിടക്കുന്ന വെള്ളത്തിനകത്ത് എടുത്ത് നോക്കുമ്പോ റോഡിൽ കിടക്കുന്ന വെള്ളം വരെ ചെളി. അല്ലല്ല, അത് അതുകൊണ്ടൊന്നുമല്ല. പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ സ്വിറ്റ്സർലാൻഡ് പോലെ കിടന്നിരുന്ന റോഡുകളാണ്. ആ റോഡുകളിൽ ചെളി വന്നു. അതെ, ഒരു മാസം കൊണ്ട് ഇത്രയും മോശമാക്കണമെങ്കിൽ എന്ത് മോശപ്പെട്ട സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നതെന്ന് ആലോചിച്ചു അല്ലേ? റോഡ് മൊത്തം ചെളിന്നേ. റോഡിൽ വെള്ളം വീണാൽ ചെളി. ഇത് ശരിയായ നടപടിയാണോ? അല്ല. പിണറായി വിജയൻ സഖാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരാള് യൂറോപ്പിൽ നിന്നും വന്നിട്ട് എന്താ സഖാവ് ഇത്, ഇവിടുത്തെ റോഡുകളൊക്കെ അവിടുത്തതിനേക്കാൾ, സ്വിറ്റ്സർലൻഡോ അമേരിക്കയോ ഏതോ രാജ്യത്തെക്കാളൊക്കെ വലിയ മനോഹരമായിട്ട് കിടക്കുന്നു, ഇത് എന്റെ നാട് തന്നെയാണോ എന്ന് പറഞ്ഞ നാട്ടിലാണ്. ആ ഞെട്ടിപ്പോയെടുത്താണ് ഇന്ന് ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ 2 ആഴ്ചക്കുള്ളിൽ ചെളിവെള്ളം, റോഡിൽ വെള്ളം വീണാൽ ചെളി. ഒന്നാലോചിച്ച് നോക്കൂ, പനിനീര് കലക്കിയ വെള്ളമായിരുന്നു. ഈ പ്രവർത്തകരും ഇതെടുത്തോണ്ട് പോയ മുൻ മന്ത്രി കെ രാജനെ മറന്നുപോയൊരു കാര്യമുണ്ട്, ക്യാമറ കണ്ണുകൾ ചുറ്റുമുണ്ട്. അത് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാലോ. ഇതിപ്പോ യഥാർത്ഥത്തില് നിയമസഭയ്ക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തങ്ങൾ പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് എന്നുള്ള ഒരു ക്രിയാത്മക പ്രതിഷേധം. ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. രണ്ടുപേര് തമ്മിൽ ഒരേ സ്ഥലത്തേക്ക് പ്രതിഷേധം നടക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ചിരി പടത്തുന്നൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു. ഡിവൈഎഫ്ഐക്കാര് സമരത്തിന് വേണ്ടി വരുന്നു. സമരത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത് മദ്യനയം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അപ്പുറത്ത് CPI വരുന്നു. രണ്ടുപേരും സമരത്തിനാണ് ഒരേ സ്ഥലത്തേക്കാണല്ലോ വന്നത്. അവസാനം അപ്പുറത്ത് CPI അങ്ങോട്ട് തിരിഞ്ഞു പ്രതിഷേധിച്ചു, ഇവർ ഇങ്ങോട്ട് പ്രതിഷേധിച്ചു. 2 ദിശയിലേക്ക് നോക്കി പ്രതിഷേധിച്ചു. 2 വിഷയമാണ്. ഒന്ന് ആലോചിച്ചോ, UDF കയറിയിട്ട് ചെറിയ വിഷയങ്ങളാണോ, വലിയ വലിയ വിഷയങ്ങൾ CPM ഏറ്റെടുക്കുന്നുണ്ട്. PM ശ്രീ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ ആരാണ് ഭരിക്കുന്നത്? VD സതീശൻ ഭരിക്കുമ്പോഴാണ് PM ശ്രീക്ക് വേണ്ടിയിട്ട്, അത് മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഉള്ള സമയത്ത് PM ശ്രീയിൽ ഒപ്പുവെച്ചിരിക്കുന്നു. രാഹുൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ട്രോള് കാണുകയാണ്. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ സഭയിൽ എണീറ്റ് നിന്ന് സംസാരിക്കുന്നു. അങ്ങനെ ഒരു ഫോട്ടോ വെച്ചിട്ടുള്ളൊരു ട്രോളാണ്. അതിന് താഴെ കൊടുത്തേക്കാണ്, പിണറായി വിജയന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് വിഷമം വരുന്നത്, എണീക്കുന്നു, ഊക്കുപിടിക്കുന്നു, ഇരിക്കുന്നു. ജിൻഡോ ജോണിനോട് ഞാൻ ഈ വിഷയത്തെ പറ്റി സംസാരിച്ചിരുന്നത്. അത് വളരെ രസകരമായിട്ടാണ് അത് പറയുന്നത്. പിണറായി വിജയൻ സഖാവിന് എന്തോ ചെയ്യാൻ പറ്റും? ഏത് പറഞ്ഞു കഴിഞ്ഞാലും അവസാനത്തെ ഊക്കുവരുന്നത് PM ശ്രീ ആരാണ് ഒപ്പുവെച്ചത്? സഖാവ് തന്നെയാണ് ഒപ്പുവെച്ചത്. എന്നിട്ട് എങ്ങനെ പോലും വഴിയാൻ പറ്റില്ല. എന്നിട്ട് എങ്ങനെ പ്രതിരോധിക്കും? അതിനു വേണ്ടിട്ട് നിയമസഭയിൽ എണ്ണീറ്റ് എന്നിട്ട് ഞങ്ങൾ ഒപ്പുവെച്ചതേ ഉള്ളൂ, ഞങ്ങൾ കാശ് വാങ്ങിച്ചിട്ടില്ല. ശരി, എന്തിനൊപ്പുവെച്ചത്? അതന്ന് സംഭവിച്ചു പോയി, അന്ന് കാശ് വേണമായിരുന്നു. ശരി, ഞങ്ങൾ അതുകൊണ്ട് പോയിട്ട് ഞങ്ങൾ പരിശോധിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ സമരവുമായിട്ട് ഇറങ്ങും. ശരി, അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് മദ്യനയം. നിങ്ങൾ മദ്യത്തിൽ മുക്കാൻ വേണ്ടിയിട്ടാണോ കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? കുറച്ച് കഴിയുമ്പോഴത്തേക്കും 900 ബാറുകൾ ആരാ തുറന്നത്?
ഞങ്ങൾക്ക് എന്താ അങ്ങനെ സംഭവിക്കേണ്ടി വന്നു. സാഹചര്യത്തിന്റെ സമ്മർദ്ദം. അത് മദ്യനയമല്ല, അത് ഞങ്ങളുടെ മദ്യവർജനമാണ്. വീണ്ടും ഇരിക്കുന്നു. 900 ബാറുകൾ തുറന്നിട്ട് എത്ര രൂപ വാങ്ങിച്ചു? ഞങ്ങൾ 1 രൂപ പോലും വാങ്ങിച്ചില്ല. അപ്പൊ ബെക്കാടി കമ്പനിക്ക് അച്യുതാനന്ദന്റെ സമയത്താണ് കൊടുത്തത്. ശരിയെന്ന്, ഓക്കെ ബൈ. ഒന്നും പറയാനില്ല. അല്ലെ, ഈ CPI പോലും കൂട്ടു നിൽക്കില്ല. ഇവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന 2 വിഷയങ്ങളാണ് നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന 2 വിഷയം. ഒന്ന്, ബെക്കാടി കമ്പനിയിൽ നിന്നും കാശ് വാങ്ങിച്ചോ, മദ്യനയമാണോ ഇത്? രണ്ടാമത്തത് PM ശ്രീ. ഇത് രണ്ടും നമ്മൾ എടുത്ത് വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ 28 ബാറുകൾ, അതായത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന 28 ബാറുകൾ, ആ 28 ബാറുകൾ പൂട്ടി 28 ബാറുകൾ മാത്രം ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് 10 വർഷം കൊണ്ട് 900 ബാറുകൾ ഉണ്ടാക്കിയത്. അപ്പൊ ആ ബാറുകൾ ഉണ്ടാക്കിയ ആളുകൾ തന്നെ ഈ ബാറുകൾ നിങ്ങൾ ഇനി പൂട്ടുമോ, നിങ്ങൾ പൂട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് സമരവുമായിട്ട് വരുന്നത്. ഇത് കാണുമ്പോ വളരെ രസകരമായിട്ടാണ് ഇത്. ഈ പ്രതിഷേധം അല്ലെങ്കിൽ പ്രതിപക്ഷ ക്രിയാത്മക പ്രതിഷേധമാവാൻ വേണ്ടിയിട്ട് ഓരോ ടോപ്പിക്കുകളുമായി മുന്നോട്ട് വരുമ്പോ ഇവർ തന്നെയാണ് അപഹാസ്യരാകുന്നത്. മോർ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫൺ കണ്ടന്റ് ആണ് ഇപ്പൊ ഫുള്ള്. ഇപ്പൊ പൊതുജനത്തിന് മനസ്സിലാവുകയാണ് ഇവരിത് എന്താണ് ചെയ്യുന്നത്. മിണ്ടാതിരുന്ന ഒരു 10 പേര് അത് ഓർക്കാതെ ഇരിക്കും. അല്ല, ഇവര് തന്നെ ഓർപ്പിക്കാണ്. 28 ബാറുകൾ ഉണ്ടായിരുന്നത് 900 ബാറുകൾ ആക്കി എന്ന് കേരള ജനതയെ വീണ്ടും ഓർപ്പിച്ചത് ആരാണ്? അതെ, രാഹുൽ, 1 മാസം മുൻപ് കേരളത്തിലെ ബാറുകളുടെ വർധനവിന്റെ കണക്ക് എനിക്കോ രാഹുലിനോ കൃത്യമായി പറയാൻ അറിയില്ല. എന്തുകൊണ്ട് ഇപ്പൊ അറിയുന്നു? 900 ബാറുകൾ നിയമസഭയിൽ VD സതീശൻ എണ്ണീറ്റ് പറഞ്ഞു, പറയിപ്പിച്ചു. 28 ബാറുകൾ ഉണ്ടായത് 900 ബാറുകളാക്കിയത് നിങ്ങളാണ്. അപ്പൊ എത്ര കോടി രൂപ നിങ്ങൾ ഈ കമ്പനികളിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയണം. പിന്നെ അദ്ദേഹം ചെയ്തൊരു നല്ല കാര്യമാണെന്ന് ഞാൻ പറയുള്ളൂ. ബെക്കാടിക്ക് ഇപ്പോ 230% ഒക്കെയാണ് ടാക്സ് ഒരു സാധനത്തിനാണ്. ഏറ്റവും ചീപ്പ് മദ്യത്തിന് വരെ 250-260% ടാക്സ് കൊടുത്തിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഈ മദ്യം വാങ്ങിക്കുന്നത്. അപ്പോ അതൊരു 100%, അതായത് വീര്യം കുറഞ്ഞ മദ്യത്തിന് ഒരു 100% ടാക്സിലേക്ക് ഒരു പ്രൊഡക്റ്റിനാണ്. 50 രൂപയ്ക്ക് വാങ്ങിക്കേണ്ട സാധനം 100 രൂപയ്ക്ക് കൊടുത്തിട്ട് പറയുകയാണ്. അല്ല, 150 രൂപയ്ക്ക് കൊടുത്തിട്ട്, 150 അല്ല 250 രൂപയ്ക്ക് കൊടുത്തിട്ട് പറയുകയാണ് അതിൽ 250 രൂപ കുറച്ച് 150 രൂപയാക്കി. അതിൽ എന്താണ് തെറ്റ്? ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാല് വേറെ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെയും ധനസമ്പാദന മാർഗങ്ങളെ പറ്റി കൃത്യമായി പഠനം നടത്തി അതിനുള്ള വഴികൾ കാണാതെ ഈ ബെവ്കോയെ മാത്രം ഒരു പണം ഉണ്ടാക്കുന്ന മെഷീനായി കണ്ട് അതിൽ നിന്ന് മാത്രം വരുമാനം വരണമെന്ന് വിചാരിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു സർക്കാർ ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ഈ വില കുറയ്ക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകില്ലെന്ന് ചോദിക്കുന്നത് ഇത് മാത്രമാണോ? മനുഷ്യന്റെ ആരോഗ്യം വെച്ച് കളിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമാണോ കേരളം പോലൊരു സംസ്ഥാനത്തെ വളർത്തേണ്ടതെന്ന് തിരിച്ചു ചോദിക്കേണ്ടി വരും. അല്ല, കുടിയന്മാർക്കും ആത്മാഭിമാനമില്ലേ? ഒന്നാലോചിച്ച് നോക്കൂ. കിട്ടുന്ന പൈസ മൊത്തവും കുടിച്ചു കളയാൻ വേണ്ടിയിട്ട് ചെലവാക്കുന്ന VD സതീശൻ എന്തോ പറഞ്ഞത്, പ്രിയദർശിനിക്ക് പുരുഷന്മാർ കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു നേരെ ഞങ്ങളിലേക്ക് തന്നെ വരുമെന്ന്. അപ്പൊ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? മദ്യത്തിൽ മാത്രമാണ് പുരുഷന്മാർ നിൽക്കുന്നതാണ് VD സതീശൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള പുരുഷന്മാർക്ക് 250% ടാക്സ്, ഞങ്ങൾ ഇത്രയും ടാക്സ് തരുന്നതല്ലേ? ഈ അതായത് മദ്യപിക്കുന്ന ആളുകൾ ഇത്രയും ടാക്സ് തരുന്നതല്ല. കുറച്ചെങ്കിലും ഒന്ന് കുറച്ച് കൊടുത്തൂടെ അവർക്ക്? അവർക്കും ഇല്ലേ പൈസ സേവ് ചെയ്യണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ? ഇതവരെ നിർബന്ധിതരാക്കുമല്ലേ മദ്യം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്?